കുവൈറ്റിൽ കുടുങ്ങിയ പ്രതിസുധ വധു ശ്വേതയെ നാട്ടിലെത്തിക്കാൻ ഇടപെടൽ ശക്തമാവുകയാണ്. യാത്രാ പ്രതിസന്ധി റിപ്പോർട്ടർ പുറത്തെത്തിച്ചതിന് പിന്നാലെ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും MP മാരായ ജോൺ ബ്രിട്ടാസും PP സുനീറും കുവൈത്ത് അംബാസഡർക്ക് കത്തയച്ചു. ശനിയാഴ്ചയാണ് ശ്വേതയുടെ കല്യാണം തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് ചൊവ്വാഴ്ചയായി. ബുധൻ, വ്യാഴം, വെള്ളി. വ്യാഴാഴ്ചയെങ്കിലും നാട്ടിലെത്തണം. ശ്വേത നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്വേത കുവൈറ്റിലാണ് ഇപ്പോൾ ഉള്ളതെന്ന് തോന്നുന്നു. ശ്വേത, ഗുഡ് മോർണിംഗ്. ശ്വേത കുവൈറ്റിലല്ലേ ഇപ്പോൾ? എവിടെയാണ് ശ്വേതയുള്ളത്? അതെ, ഞാൻ കുവൈറ്റിലാണ് ഇപ്പോൾ ഉള്ളത്. ഓക്കെ, ചെറിയൊരു ടെൻഷൻ ഉണ്ടോ? ടെൻഷൻ ഉണ്ട്. ടെൻഷൻ വേണ്ട, നാട്ടിൽ വരാൻ പറ്റുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം. എംബസിയിൽ നിന്ന് ആരെങ്കിലും ബന്ധപ്പെടുകയോ മറ്റോ ചെയ്തോ? ഇന്നലെ ഈ ന്യൂസ് വന്ന പിന്നെ ഒരുപാട് പേര് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. എംബസിന്നൊക്കെ കോൾ വന്നിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ നാട്ടിലെത്തിക്കാന്നാ പറഞ്ഞത്. ഓക്കെ, ഇപ്പൊ എന്താ യഥാർത്ഥത്തിലുള്ള പ്രശ്നം? വിസ റദ്ദാക്കാതെ പെർമിഷൻ തരില്ലെന്നാണോ കമ്പനി പറയുന്നത്? അതെ, ഇനി നാട്ടിലേക്ക് പോകുന്നെങ്കിൽ വിസ ക്യാൻസൽ ചെയ്തിട്ടേ പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞത്. അപ്പൊ വിസ ക്യാൻസൽ ചെയ്യുന്നതിന് എന്താ തടസ്സം? അവരുടെ കുറച്ച് പേപ്പർ വർക്ക്സ് ഉണ്ട്, അതിനാണ് തടസ്സം. അത് ഭയങ്കര സ്ലോ ആയിട്ടാണ് നടക്കുന്നത്. നമ്മൾ ജോലി രാജിവെച്ചാണോ നാട്ടിലേക്ക് മടങ്ങുന്നത്, ശ്വേത? അതെ, ഞാൻ റിസൈൻ ചെയ്തു, എന്നിട്ടാണ് നാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചത്. ഓക്കെ, കുവൈറ്റ് എയർലൈൻസ് ആണോ റിലീവ് ചെയ്യേണ്ടത്? അതെ, കുവൈറ്റ് എയർവേസിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. സോ അവരുടെ ഫൈനൽ ക്യാൻസൽ പേപ്പർ കിട്ടിയിട്ട് വേണം എനിക്ക് നാട്ടിലേക്ക് പോകാനായിട്ട്. ഓക്കെ, ഇപ്പം നിലവിൽ വിസ ഉള്ളത് കൊണ്ട് എൻ്റെ ഒരു സംശയമാണ്. അപ്പോൾ കുവൈറ്റിലെ നിയമം അനുസരിച്ച് ഇപ്പോൾ നാട്ടിലേക്ക് ടിക്കറ്റ് എടുത്ത് വരാൻ അവിടെ വിസയുണ്ട്, അവിടെ ജോലി റിസൈൻ ചെയ്തു, നാട്ടിലേക്ക് തിരിച്ചു വരുന്നതിന് എന്താ നിയമതടസ്സം എന്താ ഉള്ളത്, ശ്വേത? നമുക്ക് കുവൈറ്റിൽ നിന്ന് ട്രാവൽ ചെയ്യണമെങ്കിൽ ഒന്നില്ലെങ്കിൽ സ്പോൺസറിന്റെ എക്സിറ്റ് പെർമിറ്റ് വേണം. അതല്ലെങ്കിൽ ഇപ്പോ ഞാൻ റിസൈൻ ചെയ്തുകൊണ്ട് അവിടെ നിന്നുള്ള ക്യാൻസൽ പേപ്പർ ആയിട്ട് എനിക്ക് തിരിച്ചു പോകാൻ പറ്റും. അപ്പോ കമ്പനി എക്സിറ്റ് പെർമിറ്റ് തരുവാണെങ്കിൽ എനിക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. പക്ഷെ ഞാൻ റിസൈൻ ചെയ്തുകൊണ്ട് അത് അവര് തരില്ല എന്ന് പറഞ്ഞു. നമ്മൾ ഈ റിസൈൻ ചെയ്തത് അബദ്ധമായി പോയോ? അവരൊരു ലീവ് എടുത്ത് വരാൻ പോന്നാൽ മതിയായിരുന്നോ? ഇപ്പൊ അങ്ങനെ തോന്നുന്നുണ്ട്, ഇത്രയും ഡിലേ ആയി. അപ്പൊ എന്താ നമ്മൾ കമ്പനിയുമായിട്ട് സംസാരിക്കുമ്പോൾ അവര് പറയുന്നത് കുറച്ച് സമയം കൂടി എടുക്കും എന്നാണോ? അവര് പറയുന്ന അവർക്ക് എത്ര സമയം എടുക്കും എന്നുള്ളത് പറയാൻ പറ്റില്ല. സമയമെടുക്കും, നിങ്ങൾ കല്യാണം മാറ്റി വെക്കണം, അതാണ് എനിക്ക് കിട്ടിയ മറുപടി. ഓക്കെ, ഇപ്പോ നമ്മൾ എംബസിയുമായിട്ട് ബന്ധപ്പെട്ടാൽ ഇനി എന്താ നമുക്ക് ചെയ്യാൻ കഴിയുക? നിയമപരമായി നമ്മുടെ മുന്നിലുള്ള ഓപ്ഷൻ എന്താ കിട്ടിയിരിക്കുന്ന ലീഗൽ അഡ്വൈസ് ചെയ്താ? അവര് കുവൈറ്റ് എയർവേസ് ആയിട്ട് കോണ്ടാക്ട് ചെയ്യാന്നാ പറഞ്ഞത്. എന്നിട്ട് പെട്ടെന്ന് ഈ ക്യാൻസൽ പേപ്പർ ശരിയാക്കി തരാം എന്നാണ് പറഞ്ഞത്. അത് കിട്ടിയാൽ പെട്ടെന്ന് നാട്ടിലേക്ക് തിരിച്ചു വരാൻ പറ്റും അല്ലേ? അത് കിട്ടിയാൽ എനിക്ക് ഉടനെ നെക്സ്റ്റ് ഡേ തന്നെ നാട്ടിലേക്ക് വരാൻ പറ്റും. കുവൈറ്റിൽ നിന്ന് ഇങ്ങോട്ട് ഫ്ലൈറ്റ് ഉണ്ടോ? കുവൈറ്റില് ഫ്ലൈറ്റ് ഇല്ല, എയർപോർട്ടൊക്കെ ക്ലോസ് ആണ്, ഓപ്പൺ ആയിട്ടില്ല. പക്ഷെ എനിക്ക് ട്രാവൽ ചെയ്യണമെങ്കിൽ സൗദി വഴി പോയിട്ട് വേണം എനിക്ക് ട്രാവൽ ചെയ്യാൻ. സൗദിയിലേക്ക് ബൈ റോഡ് വഴി പോകണം, സൗദിയിൽ നിന്ന് ഫ്ലൈറ്റ് എടുത്ത് വേണം നാട്ടിലേക്ക് വരാൻ അല്ലേ? സൗദി ബൈ റോഡ് പോയിട്ട് സൗദിയിൽ നിന്ന് കുവൈറ്റിലേക്ക് എന്തായാലും ഒരു 2 days എടുക്കും നാട്ടിലെത്താനായിട്ട്. അപ്പോൾ നിലവിൽ കുവൈറ്റിൽ നിന്ന് സൗദിയിലേക്ക് ബൈ റോഡ് പോകാനുള്ള സംവിധാനമൊക്കെ ഓക്കെ ആണോ ശ്വേത? കിട്ടിക്കഴിഞ്ഞാൽ എപ്പോഴും പുറപ്പെടാൻ? അത് ഇപ്പോ ഒരുപാട് ട്രാവൽ ഏജൻസീസ് ഉണ്ട്, അങ്ങനെ ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ ഇപ്പൊ ഉണ്ട്. ആകെ ഈ കമ്പനിയിൽ നിന്ന് വേണം അല്ലേ? കുവൈറ്റ് എയർവേസിൽ നിന്ന് നമുക്കൊരു ക്യാൻസലേഷൻ സർട്ടിഫിക്കറ്റ് വേണം, അല്ലെങ്കിൽ ഒരു എക്സിറ്റ് പെർമിറ്റ് തരണം അല്ലേ? അതെ, ഇത് മാത്രമാണ് വേണ്ടത് ഇപ്പോൾ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇതിപ്പോ എംബസിയിൽ ഇടപെട്ട് ഈ എയർവേസുമായിട്ട് ബന്ധപ്പെടുമ്പോൾ നമ്മുടെ MP മാരൊക്കെ ഇടപെട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. അവിടെ അവരാരെങ്കിലും ആയിട്ട് സംസാരിച്ചിരുന്നോ? അവിടുത്തെ PRO ആയിട്ടെങ്ങാനും? അവർ എല്ലാവരും എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഇതുപോലെ പെട്ടെന്ന് ശരിയാക്കി തരാം അങ്ങനെയാണ് പറയുന്നത്. നമുക്കിപ്പോ നാട്ടിൽ ശനിയാഴ്ചയല്ലേ മാരേജ്? വെള്ളിയാഴ്ച എത്തണമെന്നുണ്ടെങ്കിൽ ചുരുങ്ങിയത് ഇന്ന് വൈകുന്നേരമെങ്കിലും പുറപ്പെടണ്ടേ ശ്വേത? അതെ, ഇന്ന് നൈറ്റ് എങ്കിലും എനിക്ക് പുറപ്പെട്ടാലേ ടൈമിന് അവിടെ എത്താൻ പറ്റുള്ളൂ. അതായത് കുവൈറ്റിൽ നിന്ന് സൗദിയിലേക്ക് എത്ര സമയം എടുക്കും? നാളെ ഉച്ചയോടുകൂടി സൗദിയിലെത്തും അല്ലേ? നാളെ പുലർച്ചയോടുകൂടി സൗദിയിലെത്തു. നാളെ പുലർച്ചെ സൗദിയിലെത്തിയിട്ട് പിന്നെ അവിടെ നിന്നുള്ള ഫ്ലൈറ്റ് നോക്കണം. റൈറ്റ്, അശ്വിൻ നമുക്കൊപ്പം ഉണ്ട്. അശ്വിൻ, ഗുഡ് മോർണിംഗ് അശ്വിൻ. ടെൻഷൻ വേണ്ട, എല്ലാ കാര്യങ്ങളും ഒരുക്കി വെച്ചതാണ്. പ്രശ്നം പറഞ്ഞപ്പോൾ ചെറിയ ടെൻഷൻ അടിച്ചു അശ്വിൻ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ചെറിയ ടെൻഷൻ ഉണ്ടോ എന്ന് ചോദിച്ചതാ. നന്നായിട്ട് ടെൻഷൻ ഉണ്ട്. അശ്വിൻ എന്താ ചെയ്യുന്നത്? ഞാൻ ബഹറിനിലെ വർക്ക് ചെയ്യാണ്, അൽബയിൽ മെക്കാനിക്കൽ സൂപ്പർവൈസറായിട്ട്. ഓക്കെ, അശ്വിൻ ഇങ്ങനെ നാട്ടിൽ വന്നു അല്ലേ? ഞാൻ നാട്ടിൽ വന്നു. ഓക്കെ, അവിടെ ഈ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ അശ്വിൻ? പക്ഷേ വിസ ഉള്ളത് കൊണ്ട് ഈ നാട്ടിലേക്ക് പോരാൻ എളുപ്പമായിരുന്നു. പക്ഷേ ഫ്ലൈറ്റ് പ്രശ്നം ഉണ്ടായിരുന്നു അല്ലേ?
ഫ്ലൈറ്റ് പ്രശ്നം ഉണ്ടായിരുന്നു. ഞാനും സൗദി വഴി തന്നെയാണ് വന്നത്. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് ശ്വേതയുടെ കാര്യത്തിൽ എന്താ ചെയ്യാൻ പറ്റും? നമുക്ക് കുവൈറ്റ് എയർവേസുമായിട്ട് ബന്ധപ്പെടലാണ് മുമ്പിൽ ചെയ്യേണ്ടത് അല്ലേ? അതെ അതെ. എംബസി അല്ല, ശരിക്കും കുവൈറ്റ് എയർവേസ്. എംബസിയിൽ നിന്ന് കുവൈറ്റ് എയർവേസിൽ വിളിച്ചു പറഞ്ഞാൽ അവരൊരു പക്ഷേ കുറച്ചുകൂടി സ്പീഡപ്പ് ആക്കുമായിരിക്കും അല്ലേ? നമ്മളുണ്ടെങ്കിൽ സമയം തീരെ കുറവാണ്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അശ്വിൻ വിളിച്ച് ശ്വേതയ്ക്ക് കോൺഫിഡൻസ് ഒക്കെ കൊടുക്കുന്നില്ലേ? ടെൻഷൻ അടിക്കണ്ട, നമുക്ക് നോക്കാം, പരമാവധി നോക്കാം. തീർച്ചയായിട്ടും. ഇനി ഒരു സെക്കൻഡ് ഓപ്ഷൻ എന്ന നിലയിൽ ശനിയാഴ്ച അല്ല മാരേജ് എങ്കിൽ അത് മാറ്റി വെച്ചാൽ ഏത് ദിവസത്തേക്കായിരിക്കും വെക്കാൻ പറ്റുക ഇനി ഇൻ കേസ് അങ്ങനെയാണെങ്കിൽ? ഇതുവരെ അങ്ങനെ ഒരു പ്ലാൻ ബി നമ്മള് ചിന്തിച്ചിട്ട് പോലുമില്ല. അങ്ങനെയെങ്കിൽ എത്രയുള്ള വിശ്വാസത്തിലാണ്. ഒരു 90% പ്ലാൻ എ ശനിയാഴ്ച നടക്കും എന്ന് തന്നെ കരുതിക്കോളൂ. എന്നൊരു പ്ലാൻ ബിയും കൂടി ഒന്ന് വീട്ടുകാരൊക്കെ ഒന്ന് ആലോചിച്ച് ടെൻഷൻ അടിപ്പിക്കണ്ട. ഒരു 3-4 ദിവസമാണെങ്കിലും ഒന്ന് അങ്ങോട്ട് കഴിഞ്ഞിട്ടാണെങ്കിലും നടക്കുന്നെങ്കിൽ നടക്കട്ടെ. എന്തായാലും നമ്മൾ പരമാവധി ശ്രമിക്കാം. നമ്മുടെ എം പിമാരെല്ലാവരും ബന്ധപ്പെട്ടിട്ടുണ്ട് വാർത്തയ്ക്ക് ശേഷം കേട്ടോ. ഓക്കെ, വളരെ ഉപകാരം. അപ്പൊ ടെൻഷൻ അടിക്കണ്ട അശ്വിൻ. ശ്വേത, 4 ദിവസത്തെ ഒരു ചെറിയ ടെൻഷൻ കൂടിയല്ലേ? അറേഞ്ച്ഡ് മാരേജ് ആണോ ഇത് ശ്വേത? അല്ല, ലവ് മാരേജ് ആണ്. അപ്പൊ പിന്നെ ഇത്രയും കാത്തിരുന്നില്ലേ, കുറച്ച് ദിവസം കൂടി കാത്തിരിക്കാം എന്നൊന്ന് മനസ്സിൽ വിചാരിച്ചാൽ മതി. പക്ഷെ നമുക്ക് വളരെ വേഗത്തിൽ കാര്യങ്ങൾ എളുപ്പമാക്കാം കേട്ടോ. എത്ര കാലത്തെ പ്രണയമാ ശ്വേത? 4 വർഷത്തെ. വെരി ഗുഡ്, ദാറ്റ്സ് ഗുഡ്. 4 years ലോങ് ലീവ് ലവ്. അപ്പോൾ ഇത് കുവൈറ്റ് എയർവേസുകാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് അവർ നമ്മൾ പറയുന്നൊന്നും കേൾക്കത്തില്ലല്ലോ. എങ്കിലും അവിടെയുള്ള മലയാളികൾ ഉണ്ടെങ്കിൽ പോലും ഒരു കല്യാണമാണ്, 4 വർഷം കാത്തിരുന്നതാണ്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം ആ കുട്ടി രാജിവെച്ചതാണ്. ഒരു രാജിക്കത്തങ്ങ് സ്വീകരിച്ചുകൊണ്ടൊരു പെർമിറ്റ് കൊടുക്കുക എന്നുള്ളതാണ്. നമുക്ക് നോക്കാം, നമ്മുടെ എം പിമാരൊക്കെ ഇടപെടുന്നുണ്ട്. എത്രയും പെട്ടെന്ന് കാര്യം നടത്താൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. താങ്ക് യു ശ്വേത, താങ്ക് യു. സുരക്ഷിതമായി യാത്ര ചെയ്യുക. ഓക്കെ, വന്നിട്ട് കാണാം കല്യാണത്തിന്. അപ്പോൾ അശ്വിൻ, ശ്വേത, ഗംഭീരമാവട്ടെ കല്യാണം നടക്കുമ്പോൾ. അഡ്വാൻസ് ഹാപ്പി മാരീഡ് ലൈഫ്. താങ്ക് യു. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ എം പിമാരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. KC വേണുഗോപാലും ജോൺ ബ്രിട്ടാസും ഒക്കെ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. താമസിയാതെ ഒരു പോസിറ്റീവായിട്ടുള്ള റിപ്ലൈ കിട്ടും എന്നാണ് കരുതുന്നത്. ചില കമ്പനികളാണ്, നമ്മൾ കമ്പനികളായതുകൊണ്ട്, ഇപ്പോൾ എംബസിയൊക്കെ ആണെങ്കിൽ വളരെ എളുപ്പം നമുക്കത് സാധിച്ചെടുക്കാമായിരുന്നു. സ്വകാര്യ കമ്പനി ആയതുകൊണ്ട് ഇനി ആ കമ്പനിയിലെ മാനേജറെടുത്ത് ഈ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി വരണം എന്നുള്ളതാണ്. നമ്മളെപ്പോഴും പറയാറുണ്ട്, നമ്മുടെ മുമ്പിലേക്ക് വരുന്നൊരു ഫയൽ അല്ലെങ്കിൽ ഒരു കത്ത് അതൊരു ജീവിതമാണ് എന്നുള്ളതാണ്.